ലതേ, ഈ താജ്മഹൽ കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിലൊക്കെ കണ്ടുണ്ട്. എന്തേ? അല്ല, അതിന് ആൾക്കാർ പറയണ അത്രയ്ക്ക് ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് എത്ര ഭംഗിയുണ്ടെന്ന് ആൾക്കാർ രാജേട്ടനോട് പറഞ്ഞേ. അന്നേക്കാളും ഭംഗിയുണ്ടെന്ന്. അത്രയ്ക്കൊന്നും ഇല്ല. മതി മോനെ, പതഞ്ഞു പൊങ്ങണ്. എന്ത്? സോപ്പ്. ഓ, സത്യം പറയാൻ പാടില്ലേ? ഓ, ഒരു സത്യം പറച്ചിലുകാരൻ. കക്കലല്ലേ മനുഷ്യ ഇങ്ങളെ തൊഴില്. പതുക്കെ പറ, ആൾക്കാരൊക്കെ ഇടിപ്പിച്ചാച്ചേ. പകല് ഞാൻ തെങ്ങേറ്റക്കാരനല്ലേ, രാത്രിയില്ലേ ഞാൻ കക്കുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം പറയാം. എന്നാ ഇതിനു വേണ്ടിയല്ലേ സോപ്പിട്ടെ? ഓ, അപ്പൊ അത് ഏറ്റു. മുന്താസേ, ഈ ഷാജിയാനെ സന്തോഷായടി. ഒരൊറ്റ എണ്ണം കൂടിയാ മോനെ ഷാജഹാനെ, എടുത്ത് ഞാൻ താഴേക്കെറിയും. അവിടുത്തെ കൽപ്പന പോലെ. എന്ത്? അവിടുത്തെ കൽപ്പന പോലെ. എടിയേ, ഇതിനു വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ സോപ്പിട്ടെ. ആ, ബോംബ് പൊട്ടാൻ പോണേ ഉള്ളൂന്ന് എനിക്കപ്പോഴേ മനസ്സിലായി. എന്താണാവോ? എത്ര ഇഞ്ചിനാണെന്നും അറിയില്ല, എടുത്തു കൊടുത്താൽ മതി. എന്ത്? ഈ ടി വി അതിന്റെ കാര്യം. കക്കാനാ? ആ, ഫൈനലാ. ടി വി കക്കാൻ മാത്രം ഏത് കളിയുടെ ഫൈനലാ? എടി, ഇതൊരു കളിയുടെ ഫൈനലല്ല, എൻ്റെ അവസാനത്തെ ഓട് വിളിക്കലാണ്. അത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. സത്യം, അമ്മയാണ് സത്യം. കണ്ടിട്ടുകൂടി ഇല്ലാത്ത അവരെ പിടിച്ച് സത്യം ചെയ്യാൻ നാണോ ഇല്ലേ മനുഷ്യ നിങ്ങക്ക്? ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ ലതേ. പിന്നെ ഞാനെന്താ പറയാ, കൊറേ ആയി ഇത് കേക്കണ്. കള്ളന് കഞ്ഞി വെച്ചവളായി അവസാനം ഞാൻ. ഇത് അവസാനത്തെ മുത്തേ, ഞാൻ വാക്ക് തെറ്റിക്കൂല. തല പോണ കേസാ, അതുകൊണ്ടാ. ഇത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ നാട് വിടും. പിന്നെ ഈ ആരാ? മിസ്സസ് ലതാ രാജൻ. കഞ്ഞിയാക്കണ്ട, സാമ്പാറും ചോറും ഉപ്പേരിയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി തന്നോ നീ? മിസ്സസ് ലതാ രാജൻ പച്ച വെള്ളം തരില്ല ഞാൻ. എടി, കാര്യങ്ങളുണ്ടല്ലോ എന്ന് സംഭവമൊക്കെ ചോദിക്കുന്നേ. ലോകത്ത് ഏതെങ്കിലും ഒരു കള്ളൻ സമയം ചോദിച്ചിട്ട് കക്കുവോ? നീ പറ. എന്റെ ഒരവസ്ഥയെ. ആട്ടെ, എടുത്തു കൊടുക്കാനാണെന്ന് പറഞ്ഞു. ആർക്കാണാവോ? സരോജിനി നായർക്ക്. ആഹാ, അതാരാ? മൂപ്പത്തിയാണ് ഈ ഓടുപൊളിക്കൽ പ്രോഗ്രാമിന്റെ നായിക. അവരെ ഉണ്ടായിട്ടാണ് മോളെ. ആ, ഐറ്റാണല്ലേ, വെറുതെ അല്ല ഇത്ര ശുഷ്കാന്തി. എടി തേവാങ്കെ, യമണ്ട ഐറ്റൊന്ന് ഉദ്ദേശിച്ചത് പ്രത്യേക ജനസെന്നാ. എൻ്റെ അമ്മയാണുള്ള പ്രായമുണ്ട് ആ സ്ത്രീക്ക്. ഞാൻ നായരമ്മാന്നാ വിളിക്കുക. ഏതാണാവോ പുതിയ കഥാപാത്രം? കള്ളന് കൊട്ടേഷൻ കൊടുക്കണ ആളോ? അതാരാണപ്പാ? അതാണപ്പാ സരോജിനി നായർ. മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒന്നും തന്നെ വേണ്ടെന്ന് നായരമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം സഹിച്ച് മുട്ടുമുടക്കി അവർക്കിടയിൽ ചുരുണ്ടുകൂടാനൊന്നും മൂപ്പത്തി നിന്നില്ല. ഉള്ള വീടും പറമ്പും സ്വത്തും എല്ലാം മകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് മൂപ്പത്തി പെട്ടിയും നോക്കി വൃദ്ധസദനത്തിലേക്ക് പോയി ഒറ്റയ്ക്ക്. ഉറ്റവർ ഉപേക്ഷിച്ചവർക്കിടയിലേക്ക് ഉറ്റവരെ ഉപേക്ഷിച്ച് നായരമ്മ ചെന്നു. ലോഡ്ജിലൊക്കെ മുറിയെടുക്കുന്ന ലാഘവത്തോടെയാണ് മൂപ്പത്തി അവിടെ ചേർന്ന്. സ്നേഹം കൊടുത്ത് വളർത്തി വലുതാക്കിയവർക്ക് തന്നെ വേണ്ട എന്ന സത്യം മനസ്സിലാക്കിയ ഒരാളുടെ യാതൊരു വിധത്തിലുള്ള ഭാവവും മൂപ്പത്തിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവിടെയുള്ളവർക്ക് അവരിപ്പോഴും ഒരു വിചിത്ര ജീവിയാണ്. ഭാഗവതം വായിക്കാനും ജപമാല ജപിച്ചിരിക്കാനും ഒന്നും മൂപ്പത്തിയുടെ അടുത്ത് സമയമില്ല. ഇംഗ്ലീഷ് പാട്ടിട്ട് ഡാൻസ് കളിക്കുക, ഗൃഹലക്ഷ്മി വായിക്കുക, പിന്നെ അവിടെയുള്ളവരുമായി പരദൂഷണം, ഏഷണി, കൊച്ചു വർത്തമാനം എന്നിങ്ങനെ ഒരു തനി നാട്ടുംപുറത്തുകാരുടെ വിനോദങ്ങളിൽ മുഴുകാനുമാണ് മൂപ്പത്തിക്കിഷ്ടം. പക്ഷെ ആള് ജപ്പാനാ. പുതിയതും പഴയതും കലർന്ന അവിയൽ രൂപമായ ഒരു ന്യൂ ജനറേഷൻ അമ്മ. അപ്പോ അവരുടെ മക്കളൊന്നും അവരെ അന്വേഷിച്ച് വന്നില്ലേ? വന്നു. മെഗാ സീരിയൽ സീനായിരുന്നു അവിടുത്തെ ഒരു അമ്മൂമ്മ എന്നോട് പറഞ്ഞത്. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? ആരോടും പറയാതെ ഇറങ്ങി ഓൾഡ് ഏജ് ഹോമിലൊക്കെ വന്നിരിക്കാൻ മാത്രം. ഇപ്പൊ എന്താ ഉണ്ടായേ? നീ ഉണ്ടായി. അതെ, നീ ഉണ്ടായതാണല്ലോ എല്ലാറ്റിനും തുടക്കം. ആദ്യത്തെ ഒരു 5 കൊല്ലം എൻ്റെ ഉറക്കം പോയി. പിന്നെ ബാക്കിയുള്ള 25 കൊല്ലം ടെൻഷൻ അടിച്ചുള്ള മനസമാധാനവും പോയി. ഇപ്പതാ ഒരു കല്യാണം കഴിച്ചു വന്നപ്പോ ഉള്ള വീടും കുടിയും സ്വത്തും പോയി. ഇതൊക്കെയാണോ അമ്മയ്ക്ക് വലുത്? വീടും കുടിയും സ്വത്തും? അല്ല, പക്ഷെ നിനക്കതൊക്കെയാണല്ലോ വലുത്. അമ്മ, ഞാൻ മോനെ,
അമ്മ കണക്ക് പറയാന്ന് വിചാരിക്കരുത്. ഇത്രയും കാലം നീ കാണിച്ച സ്നേഹം സ്വത്തിന്റെ കാര്യം എടുത്തിട്ടപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതാ ഭാഗം വെക്കലിലൂടെ തീർന്നു. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ അമേരിക്കയിലേക്ക് വരണം. അത് നടക്കില്ല. അതെന്താ അമ്മയ്ക്ക് വന്നാല്? സ്വന്തം മകനും ഭാര്യയും മക്കളല്ലേ വിളിക്കണേ, വേറെ ആരുമല്ലല്ലോ. നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ എന്താ പറയാ, കുഴമ്പിന്റെ മണമുള്ള വൃത്തിയില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊരു സ്ത്രീ. ഇടയ്ക്ക് വീട്ടുജോലിക്കൊക്കെ എന്നെ ഉപകാരപ്പെട്ടേക്കാം അല്ലേ? അതിനേക്കാൾ നല്ലത് ഇവിടെയാ. സ്വന്തക്കാരുടെ ഇടയിൽ ആരുമല്ലാത്തവളായി ജീവിക്കണേലും നല്ലത് ആരുമല്ലാത്തവരുടെ ഇടയിൽ ഒരാളായി ജീവിക്കുന്നതാ. ആ ബോധം ഉണ്ടായപ്പോ ഞാനിങ്ങി പോന്നു. ശരി, അമ്മ എന്റെ കൂടെ വരണ്ടേ വരണ്ട, പക്ഷെ ആ വീട്ടിൽ തന്നെ പോയിരുന്നൂടെ? എന്റെ പേരിലാണെങ്കിലും അത് അമ്മയുടെ വീട് തന്നെയല്ലേ? വേണ്ട, ഇനി എനിക്ക് അവിടെ കിടന്ന ഉറക്കം വരില്ല. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല മോനെ, നീ പൊയ്ക്കോ. അമ്മേ, ഞാൻ പറയണതൊന്ന് കേക്ക്. നീ പോ മോനെ ദിനേശ. അമ്മ സ്വാർത്ഥയായിന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പഴയൊരു ആൽബം ഉണ്ട് വീട്ടില്, അത് കൊണ്ടുപോയെന്ന് മറിച്ചു നോക്ക. ചുമ്മാ. ഇനി അമ്മയെ തിരിച്ചുകൊണ്ടുപോകാൻ ഞാൻ വരുന്ന് അമ്മ പ്രതീക്ഷിക്കണ്ട. പക്ഷെ അവിടെ ഉള്ളവരോട് മൂപ്പത്തി പറഞ്ഞിരിക്കണത് പ്രശ്നമൊക്കെ തീർന്നു, മകനുമായിട്ട് വീണ്ടും കൂട്ടായി എന്നൊക്കെയാ. പെറ്റ തള്ളയല്ലേ, സ്വന്തം മകനെക്കുറിച്ച് ചീത്തത് പറയുമോ? അതിനുവേണ്ടി മൂപ്പത്തി ഒരു വൻ നാടകം തന്നെ കളിക്കാറുണ്ട്. ആ ഹലോ മോനെ, അമ്മയാടാ. മറുഭാഗത്ത് ആരും ഉണ്ടാവില്ല, ഹലോ ഒക്കെ അഭിനയ. എന്നാലും കാര്യം മൂപ്പത്തി സാധിച്ചു. മോനെ, അമ്മയാണ്. താങ്കൾ ഇതിലെങ്ങനെ എത്തിപ്പെട്ടു? എൻ്റെ രംഗപ്രവേശം ആവുന്നേ ഉള്ളൂ. ഈ കഥ പകുതി മുക്കാലും ഞാൻ തന്നെയാ പറയണേ, അതുകൊണ്ട് എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജൻ. സാഹചര്യം കൊണ്ട് ഞാൻ ഒരു തെങ്ങേറ്റക്കാരനാണെങ്കിലും ജന്മം കൊണ്ട് ഞാൻ ഒരു കള്ളനാ. ആളില്ലാത്ത വീട്ടിലേ ഞാൻ കയറൂ, അതാ സൗകര്യം. കൂട്ടുപൊളികളിൽ ഞാൻ പണ്ടേ ഒരു നരസിംഹ. മാത്രമല്ല, എനിക്ക് 2 ദൗർബല്യങ്ങളുണ്ട്. ഒന്ന് എൻ്റെ പെണ്ണ് ലത, 2 കാപ്പി. ഇവരില്ലാതെ എനിക്ക് പറ്റില്ല. കക്കാൻ കയറുന്ന വീട്ടിലെ അടുക്കളയിൽ നിന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചാലേ എനിക്ക് മനസ്സമാനം കിട്ടൂ. അതിനാളില്ലാത്ത വീടാ സൗകര്യം. നമ്മുടെ കണ്ണോ. അപ്പൊ നമ്മള് കള്ളന്മാരല്ല, ഒരിക്കലുമല്ല. വി ആർ പ്രൊഫഷണൽസ്. അരെ വാ വാ വാ. പ്രൊഫഷണൽസോ? കക്കാൻ കയറുന്ന വീടൊക്കെ എനിക്ക് സ്വന്തം വീടാണ്. ഞാൻ എന്നെ തന്നെ നന്നായി സൽക്കരിക്കും. കക്കണത് എൻ്റെ 2 നൈറ്റ് ഡ്യൂട്ടികളിൽ രണ്ടാമത്തേതാണ്. ആദ്യത്തേത് 9:30-ക്കും 10:30-ക്കും ഇടയ്ക്കാണ്. ഒറ്റയ്ക്കാണോ മോളെ? കൂട്ടുവരണോ? ആരാ? മാധവേട്ടനാ? നിങ്ങൾ ആ തോട്ടപ്പുറം വനജയ്ക്ക് അന്ന് കമ്പനി കൊടുത്തിട്ട് ലോക്കപ്പിലായി കുറെ ഇടി കൊണ്ടതല്ലേ? നിങ്ങളുടെ കടി ഇനി മാറിയില്ലേ? മാധവേട്ടൻ വേണ്ടേ വേണ്ട, ഞാൻ മതിയോ? പന്ന നായൻ കിടാങ്ങളെ, എന്നെ കൊണ്ട് കൊടുവാളെടുപ്പിക്കരുത്. ബിരിയാണിക്ക് അറിയണ പോലെ അരിയും ഞാൻ. ആഹാ, നീ അറിയോ? ഇതൊന്ന് കാണണല്ലോ. അയ്യോ അയ്യോ അയ്യോ, എന്തത്? ശരി, ഞാൻ വരില്ല. അയ്യോ അയ്യോ അയ്യോ, അറിയരുത് അറിയരുത്. അയ്യോ, ഏതവനാണ്? ഏതവനാണ്? എടുത്തോളട പന്നി. അയ്യോ. രാജേട്ടാ മതി, ഇങ്ങ് പോര്, ഞാൻ പോവുക. എന്തിനാ രാജേട്ടാ ദിവസം ഇങ്ങനെ വന്ന് കല്ലെറിഞ്ഞ് സമയം കളയണേ? സമയം കളയലൊന്നുമല്ല, എനിക്കിഷ്ടമല്ല ഇങ്ങനെ ഓരോരുത്തന്മാർ നിന്നെ വിറപ്പിക്കുന്നത്. ആ മാധവൻ പാണ്ടിലൂർ കയറ്റിക്കൊല്ലി ഞാൻ. തെണ്ടി. ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ, ഞാൻ ഇവിടെ വന്നപ്പോൾ മുതലുള്ളതാ. ഇത് മാറണേൽ ഇങ്ങനെ ഇരുട്ടത്ത് നിന്ന് കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആദ്യം നശിച്ച നാട്ടിൽ നിന്ന് പോണം. എനിക്ക് കുറച്ചുകൂടെ വർക്ക് കംപ്ലീറ്റ് ആണുണ്ട്, എന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് വിളിക്കാം. നീ വരുമല്ലോ അല്ലേ? ഓ, വർക്ക് കേട്ടാ തോന്നുന്നു ഏതോ വലിയ കമ്പനിയിലെ ഓഫീസറാന്ന്. എടോ മനുഷ്യ, വിളിക്കാന്ന് പറയല്ലാതെ ഇന്നേ വരെ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചു നോക്ക്, അപ്പൊ കാണാം. ശരി, ഇന്നെന്തായാലും വേണ്ട.
ഒരു മൂടില്ല. ഒലക്കയുടെ മൂട്. കാപ്പി വേണോ? ഞാൻ കുടിച്ചു. എവിടുന്ന്? സേവ്യറിന്റെ വീട്ടിൽ നിന്ന്. ആ, അയാൾക്ക് അങ്ങനെ തന്നെ വേണം. മൊരടൻ. അവർ വീട്ടിലില്ല? ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ കയറിയത്. നിങ്ങളൊക്കെ എവിടുത്തെ കള്ളനാ മാഷേ? ആ, പറ്റുമെങ്കിൽ ആ മാധവേട്ടന്റെ വീട്ടിലൊന്ന് കയറി അവന്റെ ചിന്ന വീടിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ കത്തെഴുതി അയാളുടെ ഭാര്യയുടെ തലോണയുടെ അടിയിൽ വെച്ചിട്ട് വല്ല വളയോ മാലയുണ്ടെങ്കിൽ എടുത്തിട്ടിങ്ങി പോര്. ആ ബാസ്റ്റ്, നീ എന്നോട് കേൾക്കാൻ പറയുന്ന? ഓടി ഓടി. ഒരാവശ്യം വരുമ്പോ രാജേട്ടൻ കക്കണേല് എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് കൂടിയിട്ടല്ലേ. ഇങ്ങനെ പോയാൽ ഞാൻ കഷ്ടപ്പെടും. ശരി, നീ കയറിപ്പോ. രാജേട്ടൻ പൊക്കോ രാജേട്ടാ. ഈ ആദ്യം കയറി വാതിലടക്ക്, എന്നിട്ട് ഞാൻ പൊക്കോളാം. ശരി. കുറച്ച് കടുംപിടുത്തം ഉണ്ടെന്നേ ഉള്ളൂ. ആള് ശുദ്ധ പാവാ. ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ, അവൾക്ക് ഞാനും. ഇതാണ് എൻ്റെ 2 നൈറ്റ് ഡ്യൂട്ടികളിൽ ഒന്നാമത്തേത്. നമ്മൾ നാട് വിടാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെപ്പോഴാണ് നായരമ്മ വൃദ്ധസദനത്തിലേക്ക് വന്നത്. മൂപ്പത്തിക്ക് അവിടെ പരമസുഖമായിരുന്നു, ഒരു കാര്യം ഒഴിച്ച്. നോക്ക് സരോജിനിയമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫണ്ടുകളും മറ്റും പിരിച്ചു കിട്ടാനുണ്ട്. അതൊക്കെ കിട്ടി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും തീർത്തിട്ട് മിച്ചം വല്ലതുണ്ടെങ്കിലേ അമ്മ പറയുന്ന കാര്യത്തിന് സാങ്ഷൻ കിട്ടുള്ളൂ. തൽക്കാലം അതിനു പറ്റിയ സാമ്പത്തിക ശേഷി ട്രസ്റ്റിനില്ല. ഒരു TV, അതിപ്പോ LED LCD ഒന്നും വേണ്ട, ഒരു സാധാരണ പെട്ടിയായാലും മതി. അത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പോലും ട്രസ്റ്റിനില്ലേ? ഇതിന് ഞാൻ നിസ്സഹായനാ സരോജിനിയമ്മേ. എനിക്കായിട്ട് സാങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതിനൊരുപാട് പേരുടെ സമ്മതമൊക്കെ വേണം. പനിനീർപ്പൂവിന്റെ അവസാനത്തെ എപ്പിസോഡാ 2 ദിവസം കഴിഞ്ഞാല്. കഴിഞ്ഞ ആഴ്ച തൊട്ടപ്പുറത്തെ പറമ്പിലെ ജാനകിയമ്മ പറഞ്ഞിട്ടാ ഇതേവരെയുള്ള കഥയൊക്കെ ഞാൻ അറിയണത്. എന്റെ വികാരം മനസ്സിലാക്കണം. ഞങ്ങളെപ്പോലത്തെ വയസ്സന്മാർക്ക് വേണ്ടിയിട്ടാ ഇത്ര ചവറാണെങ്കിലും സീരിയലുകൾ ഉണ്ടാവണം തന്നെ. ചവറാണെങ്കിൽ പിന്നെ എന്തിനാ കാണുന്നത്? നഷ്ടപ്പെട്ടു പോയ കുട്ടി, അമ്മ, അമ്മായിയമ്മ, വേലക്കാരി, ഭാര്യ, ജാരഗർഭം, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പുതുമയൊന്നുമില്ലല്ലോ. പിന്നെ ഇടയ്ക്ക് നമുക്കിപ്പോഴും വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഈശ്വരന്മാരെ വെച്ച് കുറയണം. സ്വാമി അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ഹനുമാൻ. എന്തിനാ സരോജിനിയമ്മേ? അത് പാവം ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യല്ലേ. എന്താ ആണുങ്ങളൊന്നും സീരിയൽ കാണുന്നില്ലേ? കാണാറുണ്ടാവും, പക്ഷേ ഞങ്ങൾ പെണ്ണുങ്ങളാ കൂടുതൽ കാണുന്നത്. അതെന്തുകൊണ്ടാന്നറിയോ? ഇല്ല. ശരിക്കാണേലും അല്ലേലും മറ്റൊരു പെണ്ണ് കരയണത് കാണാൻ ഏതൊരു പെണ്ണിനും ഇഷ്ടാ. പുറത്ത് കാണിക്കില്ലാന്ന് മാത്രം. ഇവിടെ കണക്ഷൻ ഉണ്ടല്ലോ, സെറ്റ് മാത്രല്ലേ ഇല്ലാത്തുള്ളൂ. അതൊക്കെ ശരി തന്നെ സരോജിനിയമ്മേ, പക്ഷെ പെട്ടെന്ന് ബുദ്ധിമുട്ടാ. എന്താ ചെയ്യാ? ഞാനാണെങ്കി ഇവിടെ ഉള്ളവർക്ക് വാക്കും കൊടുത്തുപോയി TV വരുമെന്ന്. ഞങ്ങള് പാവം വയസ്സന്മാരല്ലേ മോനെ. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രല്ലേ ഉള്ളൂ കൂട്ടായിട്ട്. ഒരു TV കിട്ടിയാ അത് വലിയൊരാശ്വാസമാവും. ആ പരിപ്പ് ഇവിടെ വേവൂല സരോജിനിയമ്മേ. ഒന്നാമത് നിങ്ങൾ പറയുന്ന തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നൊരു TV വന്നാൽ ഉള്ള കൂട്ടും മുറിഞ്ഞു പോവുകയുള്ളൂ. അതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. എൻ്റെ സരോജിനിയമ്മേ, പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതിനൊരു നിലപാടെടുക്കാൻ മാത്രം എനിക്ക് പവറൊന്നുമില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ മോനെ വിളിച്ചു പറ ഒരു TV അയച്ചേര്. അയ്യോ, അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവത്തെ? സ്വന്തം മോനല്ലേ, ചോദിച്ചു നോക്ക്, കിട്ടിയാലോ. ആ ആപ്പീസിൽ നിന്ന് നായരമ്മ പുറത്തിറങ്ങുമ്പോഴേക്കും കാട്ടുതീ പോലെ വാർത്ത വരുന്നു, നായരമ്മയുടെ മോൻ TV വാങ്ങിക്കൊടുക്കാൻ പോവാന്ന്. എന്തായാലും താൻ കുഴിച്ച കുഴി താൻ തന്നെ വീണുവെന്ന അവസ്ഥയായി നായരമ്മയ്ക്ക്. അങ്ങനെ TV എന്നുള്ളത് നായരമ്മയുടെ അഭിമാന പ്രശ്നമായി. അവിടെയാണ് സുമുഖനും സുന്ദരനുമായ കഥാനായകൻ്റെ എന്താടി നിനക്ക് പിടിച്ചില്ലേ? ഇല്ല. അവിടെയാണ് എൻ്റെ രംഗപ്രവേശം.
കണ്ണും കണ്ണും കാപ്പിയ കണ്ണും കാപ്പിയ. എല്ലാം പാകത്തിന് തന്നെയല്ലേ? നീയൊക്കെ എവിടുത്തെ കള്ളനാടാ? ലൈറ്റ് ഇട്ടിട്ടാ കക്കാൻ കേറാ? നീ രാജനല്ലേ? അതെ, എന്നെ അറിയോ? പിന്നെ തെങ്ങിന്റെ മണ്ടയിലൊക്കെ കൊറേ കണ്ടുണ്ട്. ആദ്യമായിട്ടാ ഒരാളെന്റെ മുഖം കണ്ടിട്ട് തിരിച്ചറിയണേ. സാധാരണ എല്ലാവരും ചന്തി കണ്ടിട്ടാ തിരിച്ചറിയാ. താഴേന്ന് മുകളിലേക്ക് നോക്കിയാ ചന്തിയാണല്ലോ കാണുക. അതൊക്കെ അവിടെ നിക്കട്ടെ. എന്താ ഇവിടെ? അത് ഇതുവഴി പോയപ്പോ ഓട്. പിന്നെ ഓട് കണ്ട അപ്പം പൊളിക്കണം. നീയാണ് കാപ്പിക്കള്ളൻ കാപ്പിക്കള്ളൻ എന്ന് നാട്ടുകാര് പറഞ്ഞു നടക്കണ ആളല്ലേ? എന്ത് ചെയ്യാനാണമ്മേ, സാഹചര്യങ്ങൾ കാരണം വീണ പേരാ. അമ്മയോ? ആരുടമ്മ? എന്റെ അമ്മ. സ്വന്തം മകനെ പോലെ കണ്ട് പോലീസിൽ ഏൽപ്പിക്കരുത്. അമ്മയ്ക്ക് ശത്രുതയുള്ള ആരുടെയെങ്കിലും വീട് കാണിച്ചു തന്നാ ഞാൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് തരാം. ദയ കാണിക്കണം. ചെക്ക, നീയാണ് കാപ്പിക്കള്ളനെന്ന് ആർക്കൊക്കെ അറിയാം? എനിക്കൊരു പെണ്ണുണ്ട്, ലത. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവള് വഴിയാധാരമായി പോകും. അമ്മ ക്ഷമാ കരൂ, കരുണാ കരൂ. കരുണാകരനല്ല, ഉമ്മൻചാണ്ടി വന്നാ പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ പറയരുത്. അമ്മയുടെ കൺവട്ടത്ത് പോലും വരാതെ ഈ മുടിയനായ പുത്രൻ എന്നേക്കുമായി എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീ എന്തൊക്കെയാടാ ചെക്കേ പറയണത്? ടെൻഷൻ വന്നാൽ എനിക്ക് കാപ്പി കുടിക്കണം, അല്ലേ ഇങ്ങനെയാ. കാപ്പി നീ കുടിച്ചോ? നീ അത് കുടിച്ചോണ്ടിരിക്കണ നേരത്ത് നിന്നെ നാട്ടുകാരെ ഏൽപ്പിക്കണോ പോലീസിനെ ഏൽപ്പിക്കണോ എന്ന് അത് ഞാൻ തീരുമാനിക്കും. ചതിക്കരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഒരു നശിച്ച നേരത്ത് ഇവിടെ വന്ന് കയറാൻ തോന്നിയതാ. സാധാരണ ആളില്ലാത്ത വീട്ടിലേ കയറാറുള്ളൂ. പക്ഷെ ഇതിപ്പോ എന്താണെന്നറിയത്തില്ല, അറിയാതെ വന്ന് കയറിപ്പോയതാ. ഡാ, ഓ എന്താ അമ്മേ? ഞാൻ പറയണ കാര്യം നീ ചെയ്തു തന്നാ നിന്റെ കാര്യം ഞാൻ പുറത്താരോടും പറയില്ല. കൈ, കാല്, തല ഇത്യാദികൾ വെട്ടാനോ ഓടിക്കാനോ ആണെങ്കിൽ എന്നോട് പറയരുത്, ഞാനൊരു പാവോ. അതൊന്നുമല്ല. നീ ആ കാപ്പി എടുത്തിട്ട് എന്റെ കൂടെ വാ. നാട്ടുകാരെ വിളിച്ചൂട്ടാണോ? നീ വാ, പറയാം. മമ്മി, ഇതിപ്പോ എന്റെ അഭിമാന പ്രശ്ന. മുമ്പില് ഈ ഒരു വഴിയേ ഉള്ളൂ. പനിനീർപ്പൂവ് തീരാൻ പോവല്ലേ? സ്വന്തം മകനേക്കാളും ആശുപത്രി കിടക്കുന്ന അശോകനെ കുറിച്ചാ എനിക്ക് വേവലാതി. അപ്പൊ രാധികയോ? 1.5 കൊല്ലാട്ടോള് ഗർഭിണിയാ. 450 എപ്പിസോഡുമായി. അവള് മഹാസാധന. മിക്കവാറും പ്രസവത്തിൽ അവള് ചാവും. അങ്ങനെ പറയരുത്, ചാവം കിട്ടൂട്ടോ. അശോകം മരിക്കും, രാധിക പ്രസവിക്കും. അങ്ങനെയായിരിക്കും അവസാനം. വിവരദോഷി, അനാവശ്യം പറയുന്നോ? എന്നെ എന്തിനാ തല്ലണേ? ഞാൻ ഒരു ഊഹം പറഞ്ഞല്ലേ. അശോകം മരിക്കില്ല, പോരെ? ഓ ശരി, അതൊക്കെ വിട്. നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റുമോ? കള്ളന് കൊട്ടേഷൻ കൊടുക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ. എടുത്തുതരാൻ പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആരുമല്ലല്ലോ. താക്കോലെന്നാ ഞാൻ ഏറ്റു. താക്കോലൊക്കെ എന്റെ മകന്റെ കയ്യിലാ. നീ നിന്റെ സാമർത്ഥ്യം പോലെ ചെയ്യ്. അടുക്കളയിലെ അതിന്റെ പെട്ടി കാണും, അയിലാക്കി കൊണ്ടുവന്നാ മതി. നിങ്ങളൊരു റിട്ടയർഡ് ടീച്ചറാന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും. അതാ പറഞ്ഞേ, അതൊരു എമൗണ്ടോ ഐറ്റം ആണെന്ന്. ചുരുക്കം പറഞ്ഞ മോൻ കുടുങ്ങിയില്ലേ? അല്ല, ആളില്ലാത്ത വീട്ടിൽ മാത്രം കയറുന്ന താങ്കൾ എന്തിനാണ് വൃദ്ധസദനത്തിൽ കയറിയത്? അത് എനിക്കതൊരു പോയപ്പോൾ എന്താണെന്നറിയില്ല, കാപ്പി കുടിക്കണമെന്ന് തോന്നി. വൃദ്ധസദനമാകുമ്പോൾ വയസ്സായവർ പെട്ടെന്ന് കയറി വരില്ലെന്ന് വിചാരിച്ചു. ഇത് കൊടുങ്കാറ്റ് പോലില്ലേ കയറി വന്ന്. ചില സമയത്ത് രാജേട്ടൻ മന്ദബുദ്ധിയാണോന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. അതെന്താ അങ്ങനെ? അത് വിട്, നീ ഇതിനെക്കുറിച്ച് പറ. ഞാനെന്ത് പറയാനാ, സ്വയം വരുത്തി വെച്ചതല്ലേ, ചെയ്തു കൊടുക്ക്. പക്ഷെ എനിക്ക് ആ നായരമ്മനെ ഒന്ന് കാണണം. പറഞ്ഞു കേട്ടിടത്തോളം ആള് നമ്മുടെ റേഞ്ചാ. അപ്പൊ ചെയ്തു കൊടുക്കാനല്ലേ? മുംതാസേ, പാവൻ ഷാജഹാൻ.
നായരമ്മേ, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കണ്. വിചാരിച്ച സാധനം ദേ മുമ്പിൽ ഇരിക്കണ്. നിങ്ങളാള് ചകലാട്ടാ. സ്വന്തം വീട്ടിലെ TV അതൊരു കള്ളനെ വിട്ട് കട്ടടിപ്പിച്ചോണ്ട് വരേണ്ട ഗതികേട് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നായരമ്മേ, ഉം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നായരമ്മേനെ കണ്ടോട്ടെ. എന്താടാ, എന്നെ അത്രയ്ക്കിഷ്ടായോ? പിന്നെ നിങ്ങളാളൊരു സംഭവ. നീ വന്നടാ, അതിന് എന്റെ സമ്മതമൊക്കെ വേണോ? എൻ്റെ കൂടെ പുറത്തേക്കൊക്കെ വരുമോ? എന്തിനാ? ഡേറ്റിങ്ങിനാ? അതെന്ത് സാധനം? എടാ, അത് ഈ ന്യൂ ജനറേഷൻ പിള്ളേര് ചെയ്യണ സംഭവ. ഒരാണിന് പെണ്ണിനെ കണ്ട് ഇഷ്ടായ ഡേറ്റ് ചോദിക്കും. അയ്യേ, അതിന് കലണ്ടർ നോക്കിയാ പോരെ. പെണ്ണിനെ കണ്ട് ഇഷ്ടവാനൊക്കെ കാത്തിരിക്കണം. ഓ എടാ മണ്ട, ഇതാ ഡേറ്റ് അല്ല, ഇത് വേറെ ഡേറ്റാ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാ, സിനിമയ്ക്ക് പോവാ, അവർ രണ്ടുപേരും മാത്രം. 2 or 3 ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് തീരുമാനിക്കാം ആ ബന്ധം തുടരണോ വേണ്ടയോന്ന്. കൊള്ളാലോ പിള്ളേരെ കണ്ടുപിടുത്തം. ശരി, നമ്മുടെ ആദ്യത്തെ ഡേറ്റ്. എനിക്ക് നിന്റെ ലതനെ ഒന്ന് കാണണം. കോഴി 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 കോഴി. മോനെ കുമാരാ, നിനക്ക് വേറെ ഒരു തൊഴിലുമില്ലേ? ആ പെൺകുട്ടി മാന്യമായിട്ട് ജീവിച്ചു പൊക്കോട്ടെ. എന്തിനാ വെറുതെ നോക്കി നോക്കി ചീത്തപ്പേരുണ്ടാക്കണത്? ഏയ്, ഞാനത്രക്കാരനൊന്നുമല്ല. കോഴി കോഴി ഇതുവഴി പോയപ്പോൾ അതൊക്കെ വല്ല ആവശ്യമുണ്ടോന്നറിയാൻ വേണ്ടിട്ട്. പിന്നെ ക്ലീറ്റസെറ്റിന്റെ വീട്ടിലെ മാവ് പൂത്തു. ചക്ക വേണോന്ന് ചോദിക്കാൻ. മാവ് പൂത്തപ്പ ചക്ക കിട്ടിയാ? ഒരു ഫുൾ ചക്ക പൊക്കാൻ മാത്രം ആയോടാ നീ? ഈശ്വരാ, ഇവളും വന്നോ? ഇതിവിടെ പതിവാ നായരമ്മേ. അവിടെ ഒന്ന് കൊരക്കേ ഉള്ളൂ. ഒരു പട്ടി അകത്തേക്ക് വരില്ല. കാലി ഞാൻ തല്ലി ഓടിക്കും. എന്നാ ഞാൻ പിന്നെ പോയിട്ട് ചക്ക പറിച്ചിട്ട് വരാം. CID എസ്കേപ്പ്. അയ്യോ, കുഴി കുഴി കുഴി. നായരമ്മ വന്നേ, ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വന്തം പെണ്ണിനെ നോക്കി മറ്റൊരുത്തം വെള്ളം ഇറക്കണത് കണ്ടിട്ട് ഈ മരത്തരയിൽ മിണ്ടാതെ നിക്കണത് കണ്ടില്ലേ? ഞാൻ എന്തെങ്കിലും മിണ്ടിയാ പിന്നെ ഇരുട്ടത്തിരുന്ന് കല്ലെറിഞ്ഞത് ഞാനാണ് അവർക്ക് മനസ്സിലാവില്ലേ? പിന്നെ അവളുള്ള മനസ്സമാനം കൂടി പോവും. ഇരുട്ടത്തിരുന്ന് കല്ലെറിഞ്ഞാ പോരാ, വെളിച്ചത്ത് വന്ന് ഇതെന്റെ പെണ്ണാ, ഇവളെ നോക്കിയേ കമന്റ് അടിക്കേ ചെയ്താ കാലി തല്ലി ഒടിക്കും എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. മൂപ്പരിതൊക്കെ പറഞ്ഞു തന്നെ. ആഹാ, അപ്പൊ ഞാൻ പുറത്തായോ? നീ വന്നേ. പെണ്ണുങ്ങൾ അല്ലേലും ഒരു കാരണം കിട്ടായിരിക്കുക ഒറ്റക്കെട്ടാവാൻ. ഐ, എന്താടി ഇത്? ചായ? ഇടയ്ക്കൊക്കെ ചായ കുടിക്കുന്നത് നല്ലതാ. ഓ, മോളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ എന്നും കാണും ഇങ്ങനെ വന്ന് എത്തി നോക്കാൻ കുറേ വൃത്തികെട്ടവന്മാര്. അത് ദേ ഇരിക്കണു കായംകുളം കൊച്ചുണ്ണി. ഇങ്ങേരോട് പറ. ഞാനിത് എപ്പോഴും പറയും നായരമ്മേ. ഇന്നൊരു മൂടില്ല എന്ന് പറഞ്ഞ് മൂപ്പറ പാട്ടിനങ്ങ് പോവും. ആ ശരിയാ, നട്ടെല്ലിന്റെ കുറവ് അവനുണ്ട്. നായരമ്മേ, എന്നാ ചെയ്ത് കാണിക്കടാ. ഞാൻ ചെയ്ത് കാണിക്കാം. പക്ഷേ ഇന്നൊരു മൂടില്ല. അടിച്ച് പല്ല് തെറിപ്പിക്കും ഞാൻ. ഷടാ, എന്ത് കഷ്ടമായത്. നമ്മളൊക്കെ സാധാരണക്കാരാ. ഈ പൊട്ടലിന്റെയും ചീറ്റലിന്റെയും ഇടയില് ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോണത് നമ്മുടെയൊക്കെ ഉള്ളില് അസാധാരണമായി എന്തോ ഉള്ളത് കൊണ്ടാ. അങ്ങനെ നോക്കുമ്പോ സാധാരണയായി തോന്നണ എല്ലാറ്റിലും ഉണ്ട് ഒരു അസാധാരണത്വം. അതുപോലെ അങ്ങോട്ട് ജീവിക്കുക. അല്ലാതെ ബാക്കിയുള്ളവർ എന്ത് പറയണമെന്ന് നോക്കി ജീവിച്ചാ ഇവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നീ ഈ ചെക്കനെയും കൊണ്ട് വേഗം പോകാൻ നോക്ക്. ഇവന് നട്ടല് വളരുന്ന നോക്കിയിരുന്ന നിന്റെ ജീവിതം പാഴായി പോവും. ഡാ, നീ ഒന്ന് വന്നേ, എന്നെ തിരിച്ചു കൊണ്ടാക്ക്. പോട്ടെ മോളെ. എടി, നമുക്കൊരു ഡേറ്റിന് പോണ്ടേ? എന്ത് ഡേറ്റ്? രാമകൃഷ്ണേട്ടന്റെ പെട്ടിപ്പിടിക്കൽ രാത്രി ഡിന്നർ. ഞാനിപ്പോ തട്ടുമ്പുറത്തേക്കാ പോണേ. അവിടെയാ കൊടുവാളിരിക്കണേ. തിരിച്ചു വരുമ്പോ ഇവിടൊക്കെ തന്നെ ഉണ്ടാവണം. അപ്പൊ ഞാൻ തരാം ഡേറ്റ്.
എന്തു പറഞ്ഞാലും പെണ്ണിന് വെട്ടണ കാര്യം നാക്കിൽ വരും. നിന്റെ അച്ഛൻ ഗുണ്ടയായിരുന്നോ? ഗുണ്ട? പടപട്ടി. അയ്യോ മിസ്സസ് നായർ. കോഴി 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 കോഴി. ലതേ മോളെ, ഞാൻ വരട്ടെ. എവിടെ? ഓ ശവം. ലതേ ലതേ ഇവന് ഇന്ന് ഞാൻ കുട്ടാ. ഏതവനാടാ അത്? ഞാനാ. രാജൻ ഇവനൊരു ചോരൻ, രാജൻ ഇവനൊരു ചോരൻ, ഹേ ഹേ രാജൻ ഇവനൊരു ചോരൻ, ഹേ രാജൻ. കിട്ടിയ കല്ലാർന്ന് പോരടാ. അത് നീയായിരുന്നല്ലോ ഇത്രയും നാളും. നിന്നെ ഇന്ന് ഞാൻ അല്ല. രാജൻ ഇവനൊരു ചോരൻ, രാജൻ ഇവനൊരു ചോരൻ, ഹേ ഹേ രാജൻ ഇവനൊരു ചോരൻ, ഹേ രാജൻ. ഏതെങ്കിലും ഒരുത്തൻ ഗേറ്റ് തുറന്ന് വന്നാ അവിടെ വെട്ടിയിടി ഞാൻ. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഇവളെന്റെ പെണ്ണ, കുട്ടിക്കാലം തൊട്ടേ. ഒരുത്തനെങ്കിലും ഇനി ഇവളെ നോക്കുകയോ കമന്റ് അടിക്കുകയോ ചെയ്താ പിന്നെ പറച്ചിലായിരിക്കില്ല, ചെയ്തായിരിക്കും. വെട്ടി പീസായിക്കളാം ഞാൻ. നമ്മുടെ കണ്ണ എങ്ങനെയുണ്ട്? അവിടെ കണ്ണാ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, എന്താ ഇത് ഞാൻ നേരത്തെ ചെയ്യാഞ്ഞേ? അതെയോ? അയ്യോ പാവം. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു നടന്നേനെ എന്റെ ആണൊരുത്തൻ നട്ടലില്ലാത്തവനാന്ന്. ആണൊരുത്തൻ, അതെനിക്കിഷ്ടായി. ഇപ്പൊ ആണൊരുത്തൻ പോയേ. എടി, നീ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. വൈകുന്നേരം ഞാൻ വന്ന് നിന്നെ വിളിക്കാം. അപ്പോൾ വീട് കൂട്ടി നൈസായി പോര്. ഓ, മൊട്ടയടിച്ചപ്പോ ചെക്കന്റെ ധൈര്യം കണ്ടില്ലേ? എന്റെ തമ്പുരാനെ, ഇത് കേൾക്കാൻ ഞാൻ വഴിപാടടക്കം ചെയ്തിട്ടുണ്ട്, അറിയോ? അമ്പടെ കണ്ണന് ഇപ്പൊ മൂട് വന്നു. എന്താ ഇത്? നായരം നായരം നായരമേ, അത് മതി. നീ തന്നെയായിരുന്നു ഇത്? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വൃത്തിയിൽ കാണുന്നത്. പണ്ടും വൃത്തിക്കെന്തായിരുന്നു കുറവ്? കുറവുണ്ടായിട്ടൊന്നുമല്ല, ആദ്യമായിട്ടാണല്ലോ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് ജീൻസൊക്കെ ഇട്ട് കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. നായരമ്മ തന്നെയല്ലേ പറഞ്ഞത് നമ്മളൊക്കെ സാധാരണക്കാരായ അസാധാരണക്കാരാന്ന്. അപ്പൊ ഞാനും ഒരു അസാധാരണക്കാരനായതാ. എന്തായാലും നിന്റെ അസാധാരണമായി മൊട്ടത്തിൽ എനിക്കിഷ്ടായി. അല്ല, ഈ ആണുങ്ങൾക്ക് മൊട്ടയടിച്ചാ നട്ടല് വെക്കോ? അതെന്താ നായരമ്മേ അങ്ങനെ പറഞ്ഞേ? ലേതേനെ വിളിച്ചിരുന്നു. നീ അവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും ഇപ്പോഴാ നീ ഒരാണായത്. എത്ര കാലം വിചാരിച്ചിട്ടാ കാപ്പിക്കളെന്നും നട്ടലില്ലാത്തെന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ? നമ്മുടെ കണ്ണ ആർക്കൊരു ചേഞ്ച് ഇഷ്ടമല്ലാത്തേ? അതൊക്കെ വിട്. ഞാൻ സീരിയസ് ആയിട്ട് നാരമ്മയോടൊരു കാര്യം ചോദിക്കാം. ഞാൻ ഈ ചോദ്യം ലതയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നേ. അവളാന്നെ ആ ചോദ്യം എന്നോട് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ നാരമ്മയുടെ ആ ചോദ്യം ചോദിക്കും. ഞാൻ വിളിച്ച നായരമ്മ ഞങ്ങളോട് വരൂ? മോനെ, എന്റേതൊരു ലവ് മാരേജ് ആയിരുന്നു. ഈ ചോദ്യം എന്നോട് ആദ്യം ചോദിച്ച ആളെ തന്നെ ഞാൻ കിട്ടിയത്. പിന്നീട് ഒരിക്കലും ഈ ചോദ്യം ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
എങ്കിലും നിന്നോട് ഞാൻ പറയാം, ഞാൻ വരാം. അമ്പട കണ്ണ, അതാണ് സരോജിനി നായർ. നീ എനിക്ക് സ്നേഹം തരുമോ? വാരി കോരിത്തരും. പിന്നെ ലത, അവളും തരും തരും. അല്ല, പഴയ തൊഴില് വീണ്ടും തുടരാൻ തന്നെയാണോ തീരുമാനം? ഏയ്, നമ്മളൊരു അധോലോകം തുടങ്ങുന്നു. പ്രധാന ഗുണ്ടികൾ മിസ്സസ് ലതാ രാജൻ, മിസ്സസ് സരോജിനി നായർ. എങ്ങനെ ജീവിക്കും? ഒരുത്തം പിടികിട്ടുന്നില്ല. രാഷ്ട്രീയത്തിൽ കയറിയാലോ? വേണ്ട, ഇടികൊള്ളു. പിന്നെ അങ്ങനെ. ഇനി കക്കാനോ മറ്റോ പോയാ വെട്ടി കൊല്ലും ഞാൻ. അത് നായരമ്മേ, നിങ്ങൾ ഈ താജ്മഹൽ കണ്ടിട്ടാ? സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. തുരിശടിച്ച് കൈകുഴഞ്ഞ നമ്മളീ റബ്ബറു തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. ആക്ഷൻ. അയ്യപ്പ. റോളിംഗ് ആക്ഷൻ. അയ്യപ്പ. ആക്ഷൻ മാത്രം പറഞ്ഞാൽ മതി. ഓർഡർ എവിടെ പോടാ, നീ വിഴുങ്ങിയോ? ആക്ഷൻ. ഇവളെന്റെ പെണ്ണ. ഇവളെന്റെ പെണ്ണ. അങ്ങനെ പറയരുത്, ശാപം കേട്ടോ. അശോകം സാവിത്രി പ്രസവിക്കും. അയ്യോ സാവിത്രി അല്ല, അയ്യോ സാവിത്രി അല്ല. ആക്ഷൻ. ഇതാണോ ആക്ഷൻ? നല്ല ആക്ഷൻ. അവൾ അങ്ങോട്ടല്ല, അവൾ എവിടെയാണ്? ഓക്കെ, കൈ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. ഒരിക്കലെങ്കിലും ഇവിടെ ഇനി നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ പറച്ചിലായിരിക്കില്ല. ഞാൻ വന്നൊരു കലക്കം ഡയലോഗ് എത്തിയണ്ട. ആക്ഷൻ. സരോജിനി നായർ. റോളിംഗ് ആക്ഷൻ. ഏതാടാ, ആരാടാ? പോലീസുകാർക്ക് എന്താ വീട്ടുകാരി? ഓക്കെ, ആക്ഷൻ. ആക്ഷൻ. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു. റോളിംഗ് ആക്ഷൻ. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടിയ നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു. എന്നോട് പറ.